ഹലോ ഗായ്സ്, വെൽക്കം ടു ഗോൾഡൻ ഡയറി. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോട്ടയം സ്റ്റൈലിലുള്ള മീൻകറിയാണ്. നല്ല റെഡ് കളർ മീൻകറി. 1 കിലോ മീനാണ് നമ്മളിതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പുളി, മുളക്, മഞ്ഞൾപ്പൊടി എന്നിവയാണ് നമ്മൾക്കിതിനു വേണ്ടി എടുക്കേണ്ട ഇൻഗ്രീഡിയൻസ്. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഉലുവ ചേർക്കുക. ഉലുവയും ചേർത്ത് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നിവ ഇട്ട് നന്നായി നന്നായിട്ട് വഴറ്റിയെടുക്കണം. 1 കിലോ മീന് 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ഇതിലേക്ക് ചേർക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി എണ്ണ തെളിയുന്നോടം വരെ നമ്മളത് നന്നായിട്ട് ഇളക്കുക. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കുക. നന്നായി എണ്ണ തെളിയണം, അല്ലെങ്കിൽ പച്ചയരപ്പിൻ്റെ ചുവയുണ്ട് വരും. അത് മാറുന്നതിന് വേണ്ടിയാണ് നന്നായിട്ട് എണ്ണ തെളിയുന്നോടം വരെ നമ്മളത് വഴറ്റിയെടുക്കണം. നന്നായി ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ച് എടുത്തതിന് ശേഷം കുടംപുളി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 കഷ്ണം കുടംപുളിയാണ് ചേർത്തിരിക്കുന്നത്. ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് മിച്ചം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം വേണമെങ്കിൽ പിന്നീട് നമുക്ക് ഒഴിക്കാം. ഉപ്പും പുളിയെല്ലാം തൊട്ട് നോക്കി പാകമാണോ എന്ന് നോക്കിയിട്ട് മീൻ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് പെറുക്കിയിടാം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് അതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ അരപ്പൊക്കെ കോരി ഒഴിച്ച് നമ്മൾക്കത് അരപ്പിൻ്റെ അകത്ത് മുക്കി ഇടുക കഷ്ണങ്ങളെല്ലാം. പിന്നെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഒത്തിരി മീൻ കഷ്ണങ്ങൾ കയ്യിലിട്ട് ഇളക്കുന്നതിന് നല്ലത് ചുറ്റിച്ച് കൊടുക്കുന്നതാണ്. ചുറ്റിച്ച് കൊടുക്കുമ്പോൾ മീൻ അനങ്ങാതെ നന്നായിട്ട് അരപ്പ് എല്ലായിടത്തോട്ടും കയറിക്കോളും. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം മീൻകറി നന്നായിട്ട് തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ച് കൊടുക്കണം. മൂടി അടച്ച് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. മീൻ വെന്ത് നന്നായി ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്കൊരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി തിളപ്പിക്കുക. കറി നന്നായി പറ്റി ചാറൊക്കെ കുറുകി വെന്ത് വന്നിട്ടുണ്ട്. കോട്ടയം സ്റ്റൈൽ മീൻകറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.